71st നാഷണൽ ഫിലിം അവാർഡ്സിൻ്റെ അവാർഡ് പ്രഖ്യാപനം ഇന്നലെ സംഭവിക്കുകയുണ്ടായി. ഇപ്പോൾ ഏതൊരു അവാർഡ് എടുത്താൽ പോലും എല്ലാ കാറ്റഗറിയിലെ ആൾക്കാരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് അവാർഡ് കൊടുക്കൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ഡിസ്റ്റൻസ് ആണെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. പക്ഷേ എന്നിട്ട് പോലും ഐബ്രോ റൈസിങ് ആയിട്ടുള്ള ഒരുപാട് ഡിസിഷൻസ് വന്നിട്ടുള്ള ഒരു അവാർഡ് ആയിരുന്നു ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. സോ ലെറ്റ്സ് ജസ്റ്റ് റിവ്യൂ 71st നാഷണൽ ഫിലിം അവാർഡ്സ്. ഫുൾ അവാർഡ് കാറ്റഗറിയിലോട്ടൊന്നും പോകുന്നില്ല. എനിക്ക് ഡിസഗ്രിമെൻറ്റ്സ് ഉള്ള ചില കാറ്റഗറികൾ മാത്രം സ്പെസിഫിക് ആയിട്ട് എടുത്ത് കാണിക്കാനാണ് ആഗ്രഹം. ഇപ്പോൾ ഇതിൽ ആദ്യം പറയാനുള്ളത്, ഇപ്പോൾ ഒരു അവാർഡ് കൊടുക്കുക എന്നുള്ളത്, ഈ ഷെയറിങ് അവാർഡ് എന്നുള്ളത് ഒരു ഒട്ടും വേർതിരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് കൊടുക്കേണ്ടത്. ഇവിടുത്തെ മേജർ കാറ്റഗറികളിലെ എല്ലാം അവാർഡ് രണ്ടുപേരും തമ്മിൽ ഷെയർ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ ഡിസഗ്രിമെൻ്റ് ഉള്ളത്. അതിപ്പോൾ ഇപ്പോൾ സഹനടി, സഹനടൻ, മികച്ച നടൻ, ഇവരെല്ലാം ഷെയറിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ രണ്ട് പേർക്കായിട്ട് അവാർഡ് കൊടുക്കാൻ വേണ്ടി സ്പ്ലിറ്റ് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയത്. ബട്ട് ദാറ്റ്സ് നോട്ട് ഹൗ ദ അവാർഡ് ഷുഡ് വർക്ക്, റൈറ്റ്? ഒരാൾക്ക് മാത്രമേ അവാർഡ് കിട്ടാൻ പാടുള്ളൂ ഐഡിയലി, അൺലെസ് ബോത്ത് ഹാസ് ബിൻ ദാറ്റ് പെർഫെക്റ്റ്, ദേ കനോട്ട് ഡിസ്റ്റിങ്വിഷ് ബോത്ത്. അല്ലാത്തൊരു സിറ്റുവേഷനിൽ ഷെയർ ചെയ്യാൻ പാടില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐ ആം കംപ്ലീറ്റ്ലി അഗെയിൻസ്റ്റ് വാട്ട് ദാറ്റ് ഹാപ്പൻ. ഇനി ഏറ്റവും വലിയ ഒരു കോമഡി ഇവിടെ വന്നിട്ടുള്ളത് മികച്ച നടൻ കാറ്റഗറിയിലാണ്. വിക്രമാസിക്ക് മികച്ച നടൻ കിട്ടിയതിൽ പ്രശ്നമൊന്നുമില്ല. കാരണം ആളുടെ 12th ഫെയിൽ ആക്ടിങ് അല്ലെങ്കിൽ പെർഫോമൻസ് അത്രയും നല്ലതായിരുന്നു. അതുകൊണ്ട് തന്നെ ഹി ഡിസേർവ്സ് ടു ബി ബെസ്റ്റ് ആക്ടർ. ബട്ട് അഗൈൻ അവിടെ ഏറ്റവും വലിയ പ്രശ്നം ഷാരൂഖ് ഖാനാണ്. പുള്ളിക്ക് ഡിസേർവ് ചെയ്ത ഒരുപാട് പടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പണ്ട്. ഒരുപാട് പടങ്ങളിൽ പുള്ളിക്ക് ഡിസേർവിംഗ് ആയിട്ട് ബെസ്റ്റ് ആക്ടർ വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും കിട്ടാതെ ജവാൻ എന്ന പടത്തിനാണ് മികച്ച നടനുള്ള അവാർഡ് കൊടുത്തത്. ഇറ്റ്സ് എ മോക്കറി. പക്ഷേ ഈ പുഷ്പയിലെ അഭിനയത്തിന് അല്ലു അർജുൻ മികച്ച നടന് കൊടുത്ത ജൂറി ആയതുകൊണ്ട് തന്നെ അത് പ്രശ്നമില്ല. അത് വെച്ച് നോക്കുമ്പോൾ ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എന്നാൽ പോലും ഐ ഡോണ്ട് തിങ്ക് SRK ഡിസേർവ്സ് ദിസ് ഇയർ. അത് പ്രശ്നമായി തോന്നി. ഈവൻ അടുത്ത കോമഡിയാണ് മികച്ച സംവിധായകൻ. ആ മികച്ച സംവിധായകൻ്റെ പടം ഏതാ, അല്ലെങ്കിൽ മികച്ച ഛായാഗ്രഹണവും ആ പടത്തിന് തന്നെ കൊടുത്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ പടത്തിൻ്റെ ട്രെയിലർ പോലും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും they don't deserve, right? അപ്പോൾ അതൊക്കെ ഒരു പ്രൊപ്പഗാൻഡ ടൈപ്പ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ എന്നാൽ പോലും അതിൻ്റെ ഒപ്പം തന്നെ അത്യാവശ്യം നല്ല ഡിസിഷൻസും വന്നിട്ടുണ്ട് ഇപ്പോൾ ചില കാര്യങ്ങൾ, എസ്പെഷ്യലി ഇൻ ദ മലയാളം ഫിലിം ഇൻഡസ്ട്രി. ഇപ്പം മികച്ച സഹനടി, മികച്ച സഹനടൻ, അതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് സങ്കടം എനിക്ക് തോന്നുന്നു ആടുജീവിതത്തിന് കിട്ടിയില്ല എന്നുള്ളതാണ്. പക്ഷേ ആടുജീവിതത്തിന് കിട്ടാത്തതിൽ എനിക്ക് സങ്കടമൊന്നുമില്ല. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടാഞ്ഞൊരു മൂവിയാണ്. ബിക്കോസ് സോഴ്സ് മെറ്റീരിയലിലായിട്ട് വലിയ ബന്ധമൊന്നും എനിക്ക് തോന്നിയില്ല പടത്തിന്. അപ്പോൾ yeah, that's my views regarding the film awards. What do you think? Let me know in the comments.